ഹായ്. ഇപ്പോൾ 2023 ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ കൂടുതലായിട്ടും ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ChatGPT, ബാർഡ് തുടങ്ങിയിട്ടുള്ള AI ചാറ്റ് ബോട്ടുകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായി തുടങ്ങി. അപ്പോൾ ഇതേപോലെ 2024 ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ AI വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ChatGPT ആയാലും അതേപോലെ ബാർഡായാലും ഇപ്പം നമ്മൾ അവരോട് ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും നല്ല കൃത്യമായിട്ടുള്ള മറുപടി തന്നെ നമുക്ക് തരുന്ന നല്ല ഒരു അടിപൊളി ചാറ്റ് ബോട്ടാണ് നമ്മുടെ ChatGPT അതേപോലെ ബാർഡും. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 2024 എടുത്തു നോക്കുന്ന സമയത്ത് 2024 AI എന്നത് AGI എന്നിലേക്കുള്ള വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും. അതായത് AGI എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യനെ പോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയുമായി ഏറെക്കുറെ സാമ്യമുള്ള AI ആണ് AGI എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വരുന്ന ഒന്നാണ്. അതായത് ഇതുപോലുള്ള AI മനുഷ്യൻ്റെ കഠിനാധ്വാനം കുറയ്ക്കുകയും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജോലികൾ വളരെ എളുപ്പമാക്കാനും സഹായിക്കും. അതേപോലെ തന്നെ 2024 എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ബയോടെക്നോളജിയിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ AIക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് അത് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അതൊരു വലിയ സൊല്യൂഷൻ തന്നെ. അതേപോലെ തന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും വ്യക്തമായിട്ടുള്ളൊരു ചികിത്സ നൽകാൻ AIനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരേ അസുഖമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിതശൈലിയും അവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയും വെച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് നിർദ്ദേശിക്കാനും അതുമായി അവർ പൊരുത്തപ്പെട്ടു പോകാനും വേണ്ടി AIക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ എന്നുള്ളതാണ്. അതായത് ഇവ മനുഷ്യന്റെ രൂപസാദൃശ്യത്തോടു കൂടിയുള്ള റോബോട്ടുകളാണ്. ഇവ മനുഷ്യനെ പോലെ തന്നെ മനുഷ്യന്റെ കൂടെ നിന്ന് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തിയുള്ള റോബോട്ടുകളാണ്. ഇത്തരം റോബോട്ടുകൾ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റോബോട്ടുകളാണ്. 2023 ഡിസംബർ 13 എലോൺ മസ്ക് അവരുടെ ഒരു റോബോട്ടിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് മുട്ട പുഴുങ്ങുന്നതും ഓടുന്നതായിട്ടുള്ള റോബോട്ടിന്റെ ആ ഒരു വീഡിയോ ശാസ്ത്രലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ റോബോട്ടുകൾ ഇവ ഇതിന് വളരെ വലിയൊരു ഉദാഹരണമാണ്. ഇവയ്ക്ക് മനുഷ്യനെ പോലെ തന്നെ കൈകാര്യങ്ങൾ മടക്കാനും എല്ലാത്തിനും പറ്റുന്ന രീതിയിലുള്ള റോബോട്ടുകൾ. അതേപോലെ തന്നെ അടുത്തൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ അലക്സ, സിറി ഇതിനൊക്കെ പകരം ഒരു മനുഷ്യന്റെ ഇമോഷൻസ്, അതായത് മനുഷ്യന് സങ്കടമാണെങ്കിലും അതേപോലെ സന്തോഷമാണെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമൻസ് നമുക്ക് തരാനും എല്ലാത്തിനും സാധിക്കുന്ന റോബോട്ടുകളാണ് ഈ പേഴ്സണൽ അസിസ്റ്റന്റ് റോബോട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ AI ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക, എപ്പോഴും ടെക്നോളജിക്കൊപ്പം വളരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.